ശ്രീരാമൻ ഇതിഹാസകാവ്യമായ രാമായണത്തിലെ നായകനും മഹാവിഷ്ണുവിൻ്റെ അവതാരവുമായ ശ്രീരാമൻ പുരുഷോത്തമൻ എന്ന നിലയ്ക്ക് ഭാരതീയ ഗുരുപരമ്പരയിൽപ്പെടുന്നു. സൂര്യവംശരാജാവായ ദശരഥന് കൗസല്യയിൽ ജനിച്ച രാമൻ കൗമാരകാലത്ത് തന്നെ ധർമ്മരക്ഷയ്ക്കായി ആയുധമേന്തി താടക തുടങ്ങിയ രാക്ഷസരെ നിഗ്രഹിച്ചു. ശൈവചാപം കുലച്ച് ജനകരാജാവിൻ്റെ പുത്രി സീതയെ പരിണയിച്ചു. അതിനുശേഷം ദശരഥ മഹാരാജാവ് കൈകേയിക്ക് നൽകിയ വാക്കു പാലിക്കാനായി 14 വർഷത്തെ വനവാസത്തിനായി സ്വന്തം ഇഷ്ടപ്രകാരം യാത്രയായി. പത്നി സീതയും സഹോദരൻ ലക്ഷ്മണനും അദ്ദേഹത്തെ അനുഗമിച്ചു. കാട്ടിൽ രാവണ സഹോദരി ശൂർപ്പണഖയുടെ പ്രലോഭനങ്ങൾ അദ്ദേഹം അതിജീവിച്ചു. രാമരാവണ യുദ്ധാനന്തരം മടങ്ങിയെത്തി രാജ്യഭാരം ഏറ്റെടുത്തപ്പോൾ പ്രജാഹിതം നിറവേറ്റുന്നതിനായി സീതയെ കാട്ടിലുപേക്ഷിച്ചു. പിന്നീട് അശ്വമേധയാഗം നടക്കുന്ന വേളയിലും സീതയുടെ പ്രതിമയാണ് പത്നിയുടെ സ്ഥാനം അലങ്കരിച്ചത്. സംഘർഷഭരിതമായ ഈ ജീവിതത്തിനൊടുവിൽ ഭൂമി പിളർന്ന് സീത തന്നെ വെടിഞ്ഞു പോകുമ്പോഴും ആദർശനിഷ്ഠനായി തന്നെ നിലകൊള്ളാൻ രാമന് കഴിഞ്ഞു. സരയൂ നദിയിലിറങ്ങി ഐഹിക ജീവിതത്തിന് തിരശ്ശീലയിടുമ്പോൾ പൂർണ്ണനായൊരു മനുഷ്യൻ്റെ ജീവിത സന്ദേശങ്ങളാണ് നമ്മൾ ഭാരതീയർക്ക് ശ്രീരാമൻ അവശേഷിപ്പിച്ചു പോയത്. അച്ഛൻ്റെ വാക്ക് പാലിക്കുന്ന മകൻ, ഏകപത്നി വ്രതത്തിൽ ഉറച്ചു നിൽക്കുന്ന ആദർശശാലിയായ പതി, ആശ്രിതവത്സലനായ ഭഗവാൻ, പ്രജാഹിതത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഭരണാധികാരി, യുദ്ധതന്ത്രജ്ഞനായ യോദ്ധാവ്, ധർമ്മരക്ഷകൻ, ഭ്രാതൃസ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തുടങ്ങിയ നിലകളിലെല്ലാം എക്കാലത്തെയും ഉത്തമമായ